ഹേയ് ഹലോ. അപ്പോൾ എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ചേച്ചി യൂസ് ചെയ്യണത്, അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ആദ്യം പ്രൊഡക്ട്സ് ഒന്നുമില്ല, സാധാരണ ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ കുക്കമ്പറിൻ്റെ ഗ്ലോ ടോണറാണ്. ജസ്റ്റ് അതൊന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 1-2 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലൊന്ന് ടൈം എടുക്കും. ഡൈക്കയുടെ ലിപ് ബാം ഒന്ന് ഇട്ടെടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ സെറാണ്. കാരണം എനിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ആദ്യം തന്നെ നമ്മളൊരു സെറ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ എന്താണ് പ്രശ്നമുള്ളത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ പോലെ ആയിരിക്കണം നമ്മൾ സെറം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഹെഡ്സിൻ്റെയും വൈറ്റ് ഹെഡ്സിൻ്റെയും ഒരു സെറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എല്ലായിടത്തും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിലെടുത്ത് എല്ലായിടത്തും നന്നായിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. സോ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എപ്പോഴും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും ഈ ക്ലൈമറ്റ്. അപ്പോൾ ഇങ്ങനെ മോയ്സ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സ്കിപ്പാവാം നമുക്ക്. അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീനും ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൽ പറയാറുണ്ട്. ഞാൻ ഇബയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. പിന്നെ ഈ സൺസ്ക്രീൻ SPF 50 ആണ്. ഇതിനൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യണത്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള സ്കിൻ കെയർ ഒക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് മുടി ഒന്ന് സെറ്റാക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയറിനൊക്കെ കൂടുതൽ ഞാൻ വെറുതെ സമയം കളയണത് മുടിയിലാണ്. വെറുതെ ഒരേ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പരീക്ഷിച്ച് നോക്കും. അറ്റ് ലാസ്റ്റ് എന്താ ഒരു വൃത്തിയായിട്ട ഹെയർ സ്റ്റൈൽ ജസ്റ്റ് വെറുതെ ക്ലിപ്പ് ചെയ്യണ ഹെയർ സ്റ്റൈലാണ് ഞാൻ എത്താറുണ്ട്. അപ്പോൾ എൻ്റെ പോലെ തന്നെ ആയിരിക്കും മിക്ക ഗേൾസൊന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ഇരിക്ക് കൊടുത്ത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടതല്ലേ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഞാൻ ഏത് ഹെയർ സ്റ്റൈലിന് എത്താന്നുള്ളത്. കോളേജിൽ പോകാൻ ഏറ്റവും കൂടുതൽ ഞാൻ നേരം വൈകാനുള്ള മെയിൻ റീസണും ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഹെയർ കോംബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും, ഒരു ഹെയർ സ്റ്റൈലും കെട്ടാണ്ട്. അതിന്മേൽ തന്നെ മുടി കെട്ടി വയ്ക്കണം. ഞാൻ മുടി ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മുടി കെട്ടാണ് ചെയ്യാറ് കേട്ടോ. ഞാൻ റീസെൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ലൈനറാണ് മാർസിൻ്റെ ലിപ് ലൈനർ എന്ന് പറയണത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഐബ്രോ ഒന്ന് ഇത്രയും ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.